യിൽ വൻ കഞ്ചാവ് വേട്ട 2 കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു. യുവതിയടക്കം 2 പേരാണ് പിടിയിലായത്. സിനിമാ താരങ്ങൾക്കടക്കം നിരോധിത ലഹരി വസ്തുക്കൾ നൽകാറുണ്ട് എന്ന് പിടിയിലായ തസ്ലിമ മൊഴി നൽകിയെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം. ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ആലപ്പുഴ ബേസ് ചെയ്തുള്ള ആൾക്കാർ തന്നെയാണ്. അതെ അതെ, സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട്, ഇതിൽ ഇൻവോൾവ് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. 1-2 പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, യുവതിയടക്കം 2 പേരാണ് പിടിയിലാകുന്നത്. അവരെ ചോദ്യം ചെയ്യുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണോ പുറത്തേക്ക് വരുന്നത്? സിനിമാ താരങ്ങൾക്കടക്കം നിരോധ ലഹരി എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആരുടെയൊക്കെ പേരെടുത്ത് പറയുന്നുണ്ട് ഈ പിടിയിലായ ആളുകൾ? പ്രജീഷ്, എക്സൈസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി സിനിമാ നടന്മാരുടെ ആരും പേര് പറയുന്നില്ല. എന്നാൽ ഈ പിടിയിലാക്കപ്പെട്ട തസ്ലിമയും ഫിറോസും ശ്രീനാഥ് ഭാസി, ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ തുടങ്ങിയ ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവർ നൽകുന്ന ഔദ്യോഗികമായ വിവരം. എന്ന് മാത്രവുമല്ല, തസ്ലിമയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് സിനിമാ മേഖലയിലുള്ള മറ്റു പല ആളുകളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തുടരന്വേഷണത്തിൽ മാത്രമേ ഇവർ പറഞ്ഞത് എത്രത്തോളം സത്യമാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. ബംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗം ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴയിലേക്ക് എത്തിക്കുന്നു എന്ന് എക്സൈസിന് കഴിഞ്ഞ ദിവസമാണ് രഹസ്യവിവരം ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തീരദേശ പാതയിൽ ഓമനപ്പുഴയിൽ എക്സൈസ് ഇന്നലെ രാത്രി പരിശോധന നടത്തിയിരുന്നു. ഒരു എറണാകുളം രജിസ്ട്രേഷനിലുള്ളൊരു റെന്റ് കാറിൽ എത്തുകയായിരുന്നു ഈ തസ്ലിമയും ഒപ്പം തന്നെ ഫിറോസും. പരിശോധനയിൽ 3 കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു. ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇനങ്ങൾ ചേർത്ത് മിശ്രിതമാക്കുന്നതാണ് ഹൈബ്രിഡ് കഞ്ചാവ്. ഇത് സാധാരണ നിലയിലുള്ള കഞ്ചാവിനേക്കാൾ ലഹരി കൂടുതലും വിലയും കൂടുതലാണ്. 1 ഗ്രാമിന് 10,000-ഓളം രൂപ വില പൊതുവിപണിയിൽ വരും. അങ്ങനെ ഈ കഞ്ചാവ് പിടികൂടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ബംഗളൂരുവിൽ നിന്നാണ് ഇത് എത്തിച്ചതെന്ന് മനസ്സിലാക്കിയത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർ ആലപ്പുഴയിലും ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ പലർക്കും ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ള രാസലഹരികളും എത്തിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ളൊരു വിശദമായ അന്വേഷണം വരും ദിവസങ്ങളിൽ നടക്കും എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. തീർച്ചയായും.